മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ഗതിമാറിയൊഴുകിയ പുന്നപ്പുഴയിൽ വന്നടിഞ്ഞ കല്ലും മണ്ണും മരത്തടികളും മാലിന്യങ്ങളും നീക്കാൻ നടപടി തുടങ്ങി. സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മാലിന്യ നീക്കം നടക്കുന്നത്. ഗതിമാറിയൊഴുകിയ പുന്നപ്പുഴയെ പൂർവ്വസ്ഥിതിയിലാക്കുന്ന നടപടി മഴക്കാലത്തിന് മുമ്പ് വേണം എന്നാണ് ഉയരുന്ന ആവശ്യം. ഉരുളെടുത്ത കഴിഞ്ഞ ജൂലൈ 30 മരണത്തിനൊപ്പം പലതും അടർത്തിക്കൊണ്ടുവന്നു പുന്നപ്പുഴ. പലയിടത്തും പുഴ ഗതിമാറിയൊഴുകി. ദുരന്തത്തിനിപ്പുറം പുഴയിൽ ശേഷിക്കുന്നത് കൂറ്റൻ പാറകളും മരത്തടികളും ഒഴുകിയെത്തിയ പല അവശിഷ്ടങ്ങളുമാണ്. ഇപ്പോൾ നേർത്തൊഴുകുകയാണ് പുന്നപ്പുഴ. പുഴയുടെ ഒഴുക്കിന് തടസ്സമായ അവശിഷ്ടങ്ങൾ ആദ്യഘട്ടത്തിൽ മറ്റൊരിടത്തേക്ക് മാറ്റിയിടാനാണ് ശ്രമം. പുഴയുടെ അരികു സംരക്ഷണത്തിനായി പാറയടക്കം ഉള്ളവ ഉപയോഗിക്കും. മഴേൻ്റെ മുമ്പ് എത്രയും പെട്ടെന്ന് വെച്ചാൽ അത്രയും നല്ലത്. കാരണം എടുത്തു പറയത്തക്ക ഇപ്പോൾ നമുക്കല്ല വേനൽ മഴകൾ ഈ ഭാഗങ്ങൾ ശക്തമാണ്. അടുത്ത ദിവസങ്ങളൊക്കെ ശക്തമായി പെയ്യുന്നുണ്ട്. അപ്പോൾ അതും എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ചെയ്യണം. ഇന്നലെ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഇറ്റാച്ചി അടക്കം വന്നിട്ടുണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഈനെ വിളിച്ചപ്പോൾ അടുത്ത തിങ്കളാഴ്ചയോട് കൂടിയിട്ട് എല്ലാ സാമഗ്രികളും എത്തുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഈ വേലിപ്പാലത്തിൻ്റെ അടുത്ത് മാറിയിട്ട് നമ്മൾ അന്ന് ഗവൺമെൻറ് പറഞ്ഞ പോലെ തന്നെ പാലം പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം. 8 കിലോമീറ്ററോളം ദൂരം പുഴ വഴിമാറി ഒഴുകിയിട്ടുണ്ട്. പുഴയുടെ പുനരുജ്ജീവനത്തിനൊപ്പം മണ്ണൊലിപ്പിൽ നിന്ന് സംരക്ഷണം അടക്കമുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. മാലിന്യ നീക്കത്തിന് കോഴിക്കോട് NIT വിദഗ്ധരുടെ സാങ്കേതിക സഹായമുണ്ട്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് പുഴയുടെ പുനരുജ്ജീവന കരാർ. 195 കോടി രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുന്നതാണ് പദ്ധതി. അടുത്ത മഴക്കാലത്തിന് മുമ്പെങ്കിലും പുന്നപ്പുഴ പഴയപടിയാകണം. അതിനായി ഈ പ്രവൃത്തികൾക്കെല്ലാം വേഗം കൂടണം. അതാണ് ഇന്നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. മനു ദാമോദരനൊപ്പം ചൂരൽമലയിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.